ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പ്ലസ് ടു എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സാധാരണയിൽ നിന്നും വിപരീതമായിക്കൊണ്ട് നമ്മുടെ സാധാരണഗതിയിൽ സ്കൂളുകളിലായിരുന്നു കണ്ടുമുട്ടാറുള്ളത്. പ്രാവശ്യം നമ്മൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈനായിട്ടാണ് കണ്ടുമുട്ടുന്നത്. എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു വിജയകരമായ ഒരു അക്കാദമിക് ഇയർ ആദ്യം തന്നെ ആശംസിക്കാം. ഓക്കെ, എങ്കിൽ നമുക്ക് നേരെ പ്ലസ് ടു പഠിക്കാൻ പോകുന്ന സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയാം. നമ്മുടെ പ്ലസ് വണ്ണിലേത് പോലെ തന്നെ പ്ലസ് ടുവിലും എക്കണോമിക്സ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് പഠിക്കുന്നത്. പ്ലസ് വണ്ണിൽ നമുക്ക് ഓർമ്മയുണ്ട്, അതായത് ഒരു പാർട്ട് ഇന്ത്യൻ ഇക്കണോമി, അതേപോലെ മറ്റേ ഭാഗം സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. പ്ലസ് ടുവിൽ എത്തുമ്പോൾ ആദ്യത്തെ 6 പാഠങ്ങൾ മൈക്രോ ഇക്കണോമിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഭാഗം മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇത് രണ്ടും എക്കണോമിക്സിന്റെ 2 ബ്രാഞ്ചുകളാണ്. അത് അഡ്വാൻസ് ലെവലിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് എന്ത് ചെയ്യും, കൂടുതൽ അറിയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ അറിയുന്നത് നമ്മുടെ പ്ലസ് ടുവിൽ നമ്മുടെ എക്കണോമിക്സിന് ആദ്യം 12 പാഠങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 6 പാഠങ്ങൾ മൈക്രോ എക്കണോമിക്സ്, പിന്നെ 6 പാഠങ്ങൾ മാക്രോ എക്കണോമിക്സുമാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് നേരെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു ആമുഖം. ഇത് നമ്മൾക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും ചെറിയ ഒരു ചാപ്റ്റർ. എന്താണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ബേസ്, അതല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, ചായ കുടിക്കുന്നു, ജോലിക്ക് പോകുന്നു, അതല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു, തുടങ്ങി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഓരോ ആവശ്യങ്ങളാണ്. ഇതിനൊക്കെ വേണ്ടി ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഗുഡ്സ് ആൻഡ് സർവീസ്, സാധന സേവനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. സത്യത്തിൽ നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ അതൊന്നും നമ്മൾ ഉൽപ്പാദിപ്പിച്ചതല്ല, മറ്റാർക്കെയോ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ വെറും ആഗ്രഹങ്ങളാക്കി മാത്രം വെക്കാറുണ്ട്. കാരണം എന്താണ്? അത് നേടിയെടുക്കാനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല. ഓക്കെ, നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ വ്യക്തികളെല്ലാവരും കൂടി നമ്മുടെ സമൂഹത്തിനും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ നല്ല വിദ്യാഭ്യാസത്തിന് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളും കോളേജുകളും വേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ വേണം, ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർമാർ വേണം, അതുപോലെ ആരോഗ്യപരമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വേണം, തുടങ്ങി നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇനി കുറച്ചുകൂടി വൈൽഡായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ ഉൾക്കൊള്ളുന്ന, നമ്മുടെ രാജ്യം ഉൾക്കൊള്ളുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ ഇക്കണോമിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും അല്ലെ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാം. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വായിച്ചൊരു ന്യൂസ്. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു കൊറോണ കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷവും നമ്മുടെ കേരളം പ്രളയം നേരിട്ടു. ആ പ്രളയത്തിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം നൽകണം, തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തു അല്ലെ. അതേപോലെ തന്നെ അവർക്ക് പ്രളയം മാറിയപ്പോൾ അവരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കണം, ഒരുപാട് റോഡുകൾ തകർന്നു, പാലങ്ങൾ തകർന്നു, അതൊക്കെ ശരിയാക്കണം, തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പണം ആ സമയത്ത് ചെലവഴിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പണം ആ സമയത്തേക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കൊറോണ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് ചെയ്തത് ഗവൺമെന്റിന്റെ മറ്റ് ചെലവുകളൊക്കെ വെട്ടിച്ചുരുക്കി നേരെ എല്ലാ പണവും, കൂടുതൽ പണം ഈ ആരോഗ്യ രംഗത്തേക്കാണ് ചെലവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഗവൺമെന്റിന് ഇപ്പോൾ അത്യാവശ്യം എന്ന് പറയുന്നത് ഈ ആരോഗ്യ മേഖല ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, അതല്ലേ?
നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ഒരു ഫണ്ട് മറ്റു ഫണ്ടുകൾ വെട്ടിച്ചുരുക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. എപ്പോൾ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളും പണവും നമ്മുടെ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയോ കൈവശം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രശ്നം നമുക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിഭവങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വ്യക്തിപരമായിട്ട് ഞാൻ പറയാം ഒരു ഉദാഹരണം. ഇപ്പോൾ എൻ്റെ കേസിലെടുക്കുക, എനിക്ക് 2 മക്കളുണ്ട്. ആ 2 മക്കൾക്ക് ഒരാൾ പറയുകയാണ് എനിക്ക് ഒരു 1000 രൂപ വേണം സ്കൂളിൽ ഫീസ് അടക്കാൻ, മറ്റൊരാൾ പറയുകയാണ് എനിക്ക് 1000 രൂപ വേണം എന്താ പറയാ ഒരു ടൂർ പോകാൻ വേണ്ടിയിട്ട്. ഞാനാണ് 2 പേർക്ക് കൊടുക്കേണ്ട വ്യക്തി. ഞാനാണ്. എൻ്റെ കയ്യിൽ 2000 രൂപ കൈവശം ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. ആ 1000 രൂപ ഒന്നാമത്തെ കുട്ടിക്കും അടുത്ത 1000 രൂപ രണ്ടാമത്തെ കുട്ടിക്കും കൊടുത്താൽ അവിടെ പ്രശ്നം കഴിയും. അവിടെ ഒരു സാമ്പത്തിക പ്രശ്നം വരുന്നത് അപ്പോഴാണ്. എൻ്റെ കയ്യിൽ 1000 രൂപ ഇല്ല, 2 പേർക്ക് കൊടുക്കാനുള്ള പണം എൻ്റെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും? സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇത്തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ ഇല്ലാതെ വരുമ്പോൾ അവിടെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നു. ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യരുടെ സ്വഭാവം എന്താണ്, അവർ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് എന്നതാണ് സത്യത്തിൽ നമ്മുടെ എക്കണോമിക്സിന്റെ അടിസ്ഥാനപരമായി നമ്മൾ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ, ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ, ഇതാണ് ഈ ചാപ്റ്റർ നമ്മൾ ആദ്യം തന്നെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് റീസൺ ഫോർ ദ എക്കണോമിക് പ്രോബ്ലംസ്, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. വിഭവങ്ങൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായ വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ്, ലിമിറ്റഡ് ആണ്. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്നാമതായിട്ട് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ കൈവശം ഇല്ല എന്നുള്ളതാണ്. അതാണ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നത്തിന്റെ കാരണം വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നതോ പരിധിയില്ലാത്തതാണ്. നമുക്കറിയാം, നമ്മുടെ ഒരാവശ്യം നിറവേറ്റുക, അയാൾക്ക് മറ്റൊരു ആവശ്യം ഉണ്ടാവും. ഒരു സമൂഹത്തിന്റെ ഒരു ആവശ്യം നിറവേറ്റുമ്പോഴേക്കും അടുത്ത സമൂഹത്തിന് മറ്റൊരാവശ്യമായിരിക്കും ഉണ്ടാകും. ഓരോ സാഹചര്യത്തിനനുസരിച്ചും ഓരോ കാലത്തിനനുസരിച്ചും ആളുകളുടെ ആവശ്യങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഒരാവശ്യം നിറവേറ്റുമ്പോഴേക്കും അടുത്ത ആവശ്യം വരും. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആവശ്യമായ റിസോഴ്സസോ അത് ലിമിറ്റഡും ആണ്. 2 കാര്യം. മൂന്നാമതാണ് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത്. റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, അതായത് വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എടുക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ 2 മക്കള്, ഒരാൾക്ക് 1000 രൂപ ഫീസ് അടക്കാൻ വേണം, മറ്റൊരാൾക്ക് 1000 രൂപ എന്തിനു വേണം? ഈ പറയുന്ന ടൂർ പോകാൻ വേണം. എൻ്റെ കയ്യിൽ ആകെ ഒരു 1000 രൂപയുള്ളൂ എങ്കിൽ എൻ്റെ കയ്യിലുള്ള 1000 രൂപക്ക് ഒന്നെങ്കിൽ ഒരാൾക്ക് ടൂർ പോകാൻ കൊടുക്കാം, അതല്ലെങ്കിൽ ഒരാൾക്ക് ഫീസ് അടക്കാൻ വേണ്ടി കൊടുക്കാം. അതായത് ഈ 1000 രൂപക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട് എന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എടുക്കാം, ഒരു വലിയൊരു പ്രദേശം, ഒരു ഗ്രാമത്തിൽ ഒരു ഒഴിഞ്ഞു നടക്കുന്ന ഒരു ഭൂമി ഉണ്ട്. ആ ഒഴിഞ്ഞ ഭൂമിയിൽ ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ആവശ്യമാണെന്ന്. ചില ആളുകൾ പറയും ഞങ്ങൾക്ക് ഒരു അവിടെ കൃഷി നടത്തും. ചില ആളുകൾ പറയും ഇവിടെ ഹോസ്പിറ്റലാണ് വേണ്ടത്, അതുകൊണ്ട് അവിടെ നമുക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാം. ചില ആളുകൾ പറയും നമുക്ക് ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ ഒരു സ്കൂൾ പണിയാം. ഓക്കെ, ഇതൊക്കെ ഒരുപാട് ആവശ്യങ്ങളാണ്. ഈ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള വിഭവം നമുക്ക് അവിടെ ഇല്ല. പക്ഷേ എങ്കിലും ആ ഭൂമി ഉപയോഗിച്ച് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ആവശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിറവേറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 3 കാരണങ്ങൾ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കുക. ആ പ്രശ്നങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ പ്രശ്നങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം അവിടെ വരുന്നത് എന്ത് ഉൽപ്പാദിപ്പിക്കണം? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിനാണ് നമ്മൾ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം
എന്ത് ഉൽപ്പാദിപ്പിക്കണം? നമ്മുടെ വിഭവങ്ങൾ കുറച്ചേ ഉള്ളൂ, നമുക്കുള്ള ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആവശ്യമായ വിഭവം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ പരിമിതമായ വിഭവം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഉൽപ്പാദിപ്പിക്കണം? നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം? ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ഒരു കൊറോണ സാഹചര്യം തന്നെ നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മൾ എല്ലാവരും തന്നെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടനയാണിത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആവശ്യമായ പണം നമ്മുടെ കൈവശം ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ചില അത്യാവശ്യമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും, അല്ലെ? ഒരാൾക്ക് എല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. ആ ആവശ്യങ്ങളെല്ലാം അത്യാവശ്യങ്ങളാവണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള പണം എല്ലാത്തിനും തികയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളാണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചാൽ, നമ്മുടെ പരിമിതമായ വിഭവങ്ങൾ, നമ്മുടെ കൈവശമുള്ള ആ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് അത്യാവശ്യമായി നിറവേറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് എടുക്കാം, ഒരു എന്താ പറയാ, ഒരു പ്രദേശം, ഒരു ഗ്രാമപ്രദേശം, അവിടെ ചെറിയൊരു ഭൂമിയെ ഇനി ഒഴിവുള്ളൂ. അപ്പൊ ആ പ്രദേശക്കാർക്ക് ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകൾ പറയുന്നത് ഇവിടെ കഴിക്കാൻ ഭക്ഷണം, മറ്റു പച്ചക്കറികളും കാര്യങ്ങളും ഇല്ല, അവിടെ കൃഷി ചെയ്യണം എന്നാണ്. മറ്റു ചില ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് കളിക്കാൻ ഗ്രൗണ്ടില്ല, അതൊരു ഗ്രൗണ്ടാക്കി മാറ്റണം എന്നാണ്. ചില ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ വിദ്യാഭ്യാസം ഇല്ല, അവിടെ എന്താ പറയാ, എഡ്യൂക്കേഷൻ സ്കൂളുകൾ വേണം എന്നുള്ളത്. എല്ലാ ആവശ്യങ്ങളും കൂടി നമ്മുടെ ഭൂമി ഇല്ലതാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന എല്ലാ ആവശ്യങ്ങളിലും കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ട്, അത് അത്ര തുടക്കത്തിൽ അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല. അതിനേക്കാൾ എത്രയോ അത്യാവശ്യമാണ് എന്ത്? ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം. അതിനുവേണ്ടി അവിടെ കൃഷി തുടങ്ങണമെന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ആ ഒരു ഭൂമി നമ്മൾ എന്തിനു വേണ്ടി ഉൽപ്പാദിപ്പിക്കും? എന്തിനു വേണ്ടി ഉപയോഗിക്കും? കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതേപോലെ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിന് നമ്മൾ അവിടെ ചെയ്യുന്നത്, നമുക്ക് അത്യാവശ്യമായ വസ്തു എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കും. ഇനി അടുത്തത് രണ്ടാമത്തെ പ്രശ്നം, അതായത് ഈ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന രണ്ടാമത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് എന്തുൽപ്പാദിപ്പിക്കണം എന്നതിന് ശേഷം ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഇതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം. എന്ത് ഉൽപ്പാദിപ്പിക്കണം? നമ്മൾ തീരുമാനിച്ചു കഴിയും, ഇവിടെ കൃഷി ചെയ്യണം, അതല്ലെങ്കിൽ ഇന്ന സാധനം ഉൽപ്പാദിപ്പിക്കണം, അതാണ് അത്യാവശ്യം. ഓക്കെ, എങ്കിൽ നമുക്ക് അത് ഉൽപ്പാദിപ്പിക്കാം. രണ്ടാമത്തെ പ്രശ്നം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഈ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് ഏത് സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ ഉൽപാദനം നടത്തണം. ഉദാഹരണത്തിന് എടുക്കുക, നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് വാട്സപ്പിലൂടെയും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ പല തരത്തിലുള്ള വീഡിയോസ് കാണാറുണ്ട്. അതിലുള്ള ഒരു തരത്തിലുള്ള വീഡിയോസ് ആണ് ചില ഫാക്ടറികൾ. നമുക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വന്നു, പിന്നെ അതൊരു മെഷീനിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിന്റെ തോലുകൾ കളഞ്ഞു, പിന്നെ അടുത്ത മെഷീനിലേക്ക് പോകുമ്പോൾ അത് ചെറുതായിട്ട് അരിയുന്നു, പിന്നെ അടുത്ത മെഷീനിലേക്ക് പോകുമ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അത് നല്ലൊരു ചിപ്സ് ആയി അല്ലെങ്കിൽ ലേസ് മോഡലുള്ള ഒരു സ്നാക്സ് ആയിട്ട് അത് പുറത്തേക്ക് വരുന്നു. ഇവിടെ ചെയ്ത ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് in this technique of production is used more capital and less labor എന്നാ പറയാം. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്? ക്യാപിറ്റൽ ആണ്, മൂലധനമാണ്, അല്ലെങ്കിൽ മെഷീനറീസ് ആണ്, അല്ലെ? ആ സമയം നമ്മുടെ മറ്റൊരുപാട് വ്യവസായങ്ങൾ കാണാൻ പറ്റും. കൈത്തറി വ്യവസായങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ലേബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യവസായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ പറയുന്ന പേരാണ് ലേബർ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. In this technique of production, more labor is used in production function comparing to capital. മൂലധനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഏതാണ്? ലേബറിനെ ആണ്. ഓക്കെ, അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ച വസ്തു ഇനി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്താം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ലേബറിനെ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്താം. അത് നമ്മുടെ സാഹചര്യത്തിനും സമയത്തിനും അനുസരിച്ചിരിക്കും. ഇപ്പൊ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ലേബർ ഫോഴ്സ് ആണ്.
ഒരുപാട് തൊഴിലാളികളുണ്ട്, യുവാക്കളായ തൊഴിലാളികളുണ്ട്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് തൊഴിലാളികളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപാദന രീതിയായിരിക്കും. കാരണം എന്താണ്, അത് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടാനും കൂടി കാരണമാണ്. മാത്രമല്ല കൂടുതൽ അവൈലബിൾ ആയത് ഇവിടെ തൊഴിലാളികളുമാണ്. ആ സമയം പോപ്പുലേഷൻ കുറഞ്ഞ മറ്റു സാങ്കേതിക വിദ്യകൾ ഉയർന്ന പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ, രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രശ്നം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന മൂന്നാമത്തെ പ്രശ്നം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്തെ പ്രശ്നമാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർക്ക് വേണ്ടി നമ്മളിപ്പോ ഒരു കൃഷി എന്താ പറയാ, ഒരു കൃഷിസ്ഥലം ഉണ്ടാക്കുന്നു, ആ കൃഷിസ്ഥലത്ത് ഭക്ഷണം ആ കൃഷിസ്ഥലത്തിൽ നിന്നുള്ള ഫലം കഴിക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതല്ല ഇതിന്റെ അർത്ഥം. ഇത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, വരുമാനത്തിലെ വിതരണം. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വിതരണം. എക്കണോമിക്സിൽ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, വരുമാന വിതരണം. നമ്മൾ ഏതൊരു വസ്തു, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം, ഞാനൊരു പാടത്ത് കൃഷി ചെയ്തു, ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ ഒരു പാടത്ത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ നേട്ടം നമുക്ക് മാത്രമല്ല ലഭിക്കുന്നത്, വേറെയും ഒരുപാട് ആളുകൾക്ക് ഞാൻ കൃഷി ചെയ്യുന്നത് കൊണ്ട് നേട്ടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എടുക്കാം, ഒരു പാടത്ത് ഞാൻ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു പാടം വേണം. ആ പാടം നമ്മുടെ കൈവശമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു ആളുടെ പാടം നമ്മൾ പാട്ടത്തിനെടുക്കും, റെന്റിനെടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഭൂമി കിട്ടി, ഭൂമി നമ്മൾ വാടകയ്ക്കാണ് എടുത്തത്, പാട്ടത്തിനെടുക്കും. ഇനി രണ്ടാമത്തത്, ആ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃഷി ഇറക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പണം ആവശ്യമാണ്. നമ്മുടെ കൈവശം പണമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പണത്തിന്റെ സോഴ്സ് തേടി മൂലധനം നമ്മൾ മറ്റു ബാങ്കുകളിൽ നിന്നോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യും? മൂലധനം പലിശക്ക് എടുക്കും. മൂന്നാമത്തതോ, പിന്നെ പലിശക്ക് എടുത്തതിന് ശേഷം ഇനി ഒരുപാട് തൊഴിലാളികളെ നമുക്ക് ആ പാടത്തേക്ക് ആവശ്യമുണ്ടാകും. അങ്ങനെ ഒരുപാട് തൊഴിലാളികളെയും നമ്മൾ വെക്കും, അവർക്ക് നമ്മൾ കൂലിയും കൊടുക്കും. ഓക്കെ, അങ്ങനെ അവർക്ക് നമ്മൾ കൂലിയും കൊടുത്തു. നാലാമത്തത്, അങ്ങനെ ഈ പറയുന്ന ഭൂമിക്ക് നമ്മൾ പാട്ടം കൊടുത്തു. രണ്ടാമത്തത് മൂലധനം, നമുക്ക് ആവശ്യമായ പണം നമ്മൾ എടുത്തു, അതിന് നമ്മൾ പലിശ കൊടുക്കണം. പിന്നെ അതേപോലെ മൂന്നാമത്തതായിട്ട് വരുന്നത് തൊഴിലാളികൾക്ക് നമ്മൾ ഈ പറയുന്ന പോലെ കൂലി അതല്ലെങ്കിൽ വേജ് കൊടുക്കും. ഈ മൂന്നും കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്നത്, അതായത് നമ്മൾ പാട്ടത്തിനെടുത്ത ഭൂമി, അതിന് പാട്ടം കൊടുത്തു, നമ്മുടെ കീഴിൽ ജോലി ചെയ്ത തൊഴിലാളികൾക്ക് കൂലി കൊടുത്തു, പിന്നെ അതേപോലെ നമ്മൾ പണം കടമെടുത്ത ആളുകൾക്ക് അതിന് നമ്മൾ പലിശയും കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന സംഘാടനം, ഇതെല്ലാം സംഘടിപ്പിച്ചതിന് നമുക്ക് കിട്ടുന്നതാണ് ഈ പറയുന്ന ലാഭം, പ്രോഫിറ്റ്. ഈ നാല്, ഇത് നമ്മൾ പല ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇനി നമ്മൾ +2 തന്നെ മറ്റു മാക്രോ എക്കണോമിക്സിൽ ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഘടക വരുമാനമാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാക്ടർ ഇൻകം, ഘടക വരുമാനത്തിന്റെ വിതരണമാണ്. ഭൂമിക്ക് പാട്ടം നൽകണം, മൂലധനത്തിന് പലിശയും തൊഴിലിന് കൂലിയും സംഘാടനത്തിന് ലാഭവും, ഇതെല്ലാം ഇങ്ങനെ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉൽപാദനം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ കൈവശമില്ല. ഏതൊരു സമ്പദ് വ്യവസ്ഥയായാലും വിഭവങ്ങളില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥയിൽ എന്തുണ്ടാകുന്നത്? അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത്, വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പരിധിയില്ലാത്തതാണ്. രണ്ടാമത്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ്. മൂന്നാമത്, റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്. ഈ പറയുന്ന 3 പ്രശ്നങ്ങൾ, 3 ചോദ്യങ്ങൾ വരുമ്പോൾ ഇനി ആ 3 കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ചില പ്രശ്നങ്ങൾ ഉൾത്തിരിയും. ഈ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഉൽപ്പാദിപ്പിക്കണം? നമുക്ക് അത്യാവശ്യമായ വസ്തു എന്താണോ അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. ആ പരിമിതമായ ഉപയോഗങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ച വസ്തു എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം?
നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ കൂടുതൽ മൂലധനം ഉപയോഗിച്ചോ നമുക്ക് എന്ത് ചെയ്യാം, ആ വസ്തു ഉൽപ്പാദിപ്പിക്കാം എന്നാണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതിന്റെ അർത്ഥം. മൂന്നാമതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതിൽ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആർക്കൊക്കെ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ ആരുടെയൊക്കെ കൈകളിൽ ആ വരുമാനം എത്തുന്നു എന്നതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് ഉദ്ദേശിക്കുന്നത്. വരുമാനം നമ്മൾ പാട്ടം, പലിശ, കൂലി, ലാഭം അല്ലെങ്കിൽ റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, വേജ് തുടങ്ങിയ 4 രൂപത്തിൽ എന്ത് ചെയ്യും, നമ്മൾ വരുമാനം പല രൂപത്തിലേക്ക് പല ആളുകളിലേക്ക് എന്ത് ചെയ്യും, ചെലവഴിക്കും. ഇങ്ങനെ ഈ പറയുന്ന രൂപത്തിലാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളുടെ കാരണങ്ങളും സമ്പദ് വ്യവസ്ഥ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളും എന്ന് പറയുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അടിസ്ഥാനം. ഈ ചാപ്റ്ററിന്റെ അല്ല, നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഏറ്റവും ബേസ് ആയതാണ് എക്കണോമിക് പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനുഷ്യരുടെ സ്വഭാവം എന്തായിരിക്കും, ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മൊത്തത്തിലായി കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഒരു എക്കണോമിക്സ് ഉണ്ട്, ലേണൽ റോബിൻസൺ. സാമ്പത്തിക ശാസ്ത്രത്തിന് ഏറ്റവും മികച്ച നിർവചനം നൽകിയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലേണൽ റോബിൻസൺ. അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ പറയുന്നത് തന്നെയാണ്, പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ പരിധിയില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ മനുഷ്യർ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് എക്കണോമിക്സ്. അതായത് അദ്ദേഹം ലേണൽ റോബിൻസൺ പറയുന്നത് എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ which studies the ends and scarce means which have alternative uses. അതായത് ഓൾട്ടർനേറ്റീവ് യൂസ് ഉള്ള, മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒന്നിലധികം ഉപയോഗങ്ങളുള്ള വസ്തുക്കൾ, വിഭവങ്ങൾ, അതും പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിധിയില്ലാത്ത മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ അതിനെ എങ്ങനെയാണ് അതിനെ ആളുകൾ പെരുമാറുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് എക്കണോമിക്സ് എന്നുള്ളതാണ് ലേണൽ റോബിൻസൺ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട മറ്റു നിർവചനങ്ങളും എക്കണോമിക്സിന്റെ ഫാദർ ആരാണ്, അതല്ലെങ്കിൽ എക്കണോമിക്സിന്റെ ഫാദർ ഇറക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിന്റെ പേരെന്താണ്, മറ്റു പ്രധാനപ്പെട്ട എക്കണോമിക്സിന്റെ ഡെഫിനിഷൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായി നോക്കുക, ഇതിന്റെ നോട്ട് തയ്യാറാക്കുക. ഓക്കെ, ഈ പറയുന്ന ഈ മറ്റു ഡെഫിനിഷൻസ് നിങ്ങൾ അടുത്ത ക്ലാസ്സിലാവുമ്പോഴേക്കും ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കി കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി.